ചാനൽ. ഇന്ന് വന്നിരിക്കുന്നത് ഞങ്ങൾ ചെറിയൊരു ബോക്സ് ആയിട്ടാണ്. രാവിലെ അടുക്കളപ്പണിയാണ്. വെളിയിലൊക്കെ പോകുന്നുണ്ടല്ലേ? നമ്മളെങ്ങും പോകുന്നില്ല. അടുക്കളപ്പണി രാവിലെ. കറി വെക്കണം. കഞ്ഞി അടുപ്പത്തിട്ടിട്ടുണ്ട്. ബീൻസ് കറിയാക്കാനുള്ള പരിപാടിയാണ്. ബീൻസ് തോരൻ വെക്കാനുള്ള പരിപാടി. ഇത് കണ്ടോ, ഒരാളോട് ബീൻസ് അറിയാൻ പറഞ്ഞതാ. 1 മണിക്കൂറായി. ഇപ്പം ഞാനതിപ്പോ അരിഞ്ഞ് കറി വെച്ചേനായിരുന്നു. സഹായിച്ചില്ലേ? ഉപദ്രവിക്കായിരുന്നു കേട്ടോ. നല്ല വൃത്തിക്കായത്. അത് 1 മണിക്കൂറായത് വൃത്തിയായിട്ട്. സഹായിക്കാൻ പറഞ്ഞു കേട്ടിട്ട് സഹായിക്കൂ ഞാൻ. എടാ നിർത്തട കൊച്ച. ഞാൻ കുളിക്കാനുള്ള പരിപാടി നോക്ക്. കുളിക്കാൻ എവിടെ പോവാച്ച? കടയിൽ പോകണം. കടയിൽ എന്താ മേടിക്കണം? മുട്ട പിന്നെ ബ്രെഡ് മുട്ട മേടിക്കാൻ വേണ്ടി അപ്പൊ ഞങ്ങള് ഒറ്റയ്ക്ക് പോകാനായിട്ട് ഇരുന്ന് നടന്നു പോകാനായിട്ട് പുറകെ ചാടി കള്ളം പറയുന്ന കേസ്. ഞങ്ങളെ കൊണ്ടുപോയാലേ പോകത്തുമെന്ന് പറഞ്ഞു. ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു. ഞങ്ങളെ കൊണ്ടുപോകത്തുള്ളൂ പറഞ്ഞ് ഭയങ്കര ബഹളമാണ്. അത് ഞങ്ങള് പിന്നെ ഇറങ്ങി കറിയും കഞ്ഞി വെച്ചോണ്ടിരുന്ന എന്നെ പിടിച്ചിങ്ങോട്ട് വന്നു. 50 രൂപ ചെലവാക്കേണ്ടടുത്ത് 100 രൂപ ചെലവാകും. നിങ്ങൾ വന്നു. അതുകൊണ്ട് ഞാൻ വരണ്ടെന്ന് പറഞ്ഞു. ചിലപ്പോഴൊക്കെ അല്ലേ ശരി ഞാനല്ലേ വരത്തുള്ളൂ. എനിക്ക് മുട്ടയും ബ്രെഡും മാത്രം മേടിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ ആവശ്യമില്ലാത്ത ചെലവുണ്ടാക്കാനായിട്ട് എന്റെ കൂടെ വന്നേക്കുന്നത്. പേസ്ട്രി വേണം. ഒരു പേസ്ട്രിയും വേണം. നോ മണി ഓക്കെ. ഇതാ പറയുന്നത്, നിങ്ങൾ എൻ്റെ കൂടെ വരല്ല. ഇരട്ടി ചെലവാണ്. 100 രൂപയ്ക്ക് തീരേണ്ടത് ഇപ്പം 10 രൂപ. 100 രൂപയല്ല, 50 രൂപയുടെ കാര്യമുള്ളൂ എനിക്ക്. ഞാൻ ഒറ്റയ്ക്ക് വന്നു. ബ്രെഡ് മേടിച്ചു. ഏതെങ്കിലും ഒരെണ്ണം തിന്നപ്പാ. വെള്ളം പോയിരിക്കുന്നു. ഇത് വേണേ കഴിക്കും. അത് മതി. എൻ്റെ കൂടെ കടയിൽ വന്നു കഴിഞ്ഞാൽ ഇതാ പ്രശ്നം. അതുകൊണ്ടാണ് വരല്ലെന്ന് പറഞ്ഞത്. നിങ്ങളെങ്ങും പോകണ്ട, വീട്ടിൽ ഇരുന്നാൽ പോരാ. വീട്ടിൽ പോയിട്ട് വന്നു, കടയിൽ പോയിട്ട് വന്നു. ഞങ്ങൾ പാല്, ബ്രെഡ്. ബ്രെഡ് എടുത്ത് സ്പൂണെടുത്ത് നമ്മൾ എന്നാ പരിപാടി? കൊച്ചിന് കൊടുക്കാൻ വേണ്ടി.
അത്ര പറ്റില്ല. ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ നേരം. എന്താ ചെയ്യുന്നത്? എല്ലാ പണിയും ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് പപ്പടം കാച്ചാൻ നിൽക്കുന്നതാണ് അവിടെ. ഭയങ്കര ശ്രദ്ധയുള്ള പണിയാണ്. ആ എനിക്ക് ശ്രദ്ധ കൊടുക്കണം. അങ്ങനെയുണ്ട്. പപ്പടം കഴിഞ്ഞു. ശ്രദ്ധ വേണം. പപ്പടം വെള്ളം വേണം, വെള്ളം വേണം. എന്റെ ചോറുണ്ട്. എന്റെ ചോളം ചെയ്യും. നമ്മള് സാമ്പാർ വെച്ച് 2 പപ്പടം നമ്മൾ എടുത്തു. നമ്മള് ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. ഉച്ചക്ക് ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞ് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന കുറച്ച് പാത്രം കഴുകിയൊക്കെ ഉണ്ട്. അത് കഴുകി വെച്ചിട്ട് കുറച്ച് നേരം ഉറങ്ങി. അത് എഴുന്നേറ്റിരിക്കുന്ന സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇച്ചാൻ വന്ന് കുറച്ച് ചായയൊക്കെ ഇട്ട് തന്ന് അത് കുടിച്ചോണ്ടിരിക്കുകയാണ്. ഇനി വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഇനി കുറച്ച് പണിയും കൂടെ ഉണ്ട്. നമുക്കിപ്പം വിശക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇച്ചിരി നൂഡിൽസ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഉണ്ടാക്കാം. അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു ഡെയിലി വ്ളോഗ്സ്. ഒരു വക ചെയ്യത്തില്ല. പിന്നെ ഞാൻ ചായ ഇട്ടുണ്ടെന്ന് അതെന്നെ കുടിച്ചോ, മൊത്തം കുടിച്ചേക്കണം. അത് മൊത്തം എന്താ വെച്ചാ ചായക്ക് കടുപ്പും കൂടി പോയത്. തന്നെ ഇട്ട് തരാം ചായക്ക്. പ്രശ്നമില്ല. പറയാതിരിക്കാൻ പറ്റില്ല. മുളച്ചായ. ഓക്കെ ശരി. എന്നാ നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാം. നമുക്ക് പോയി കൊച്ചിനും കൊടുക്കാം. ഓക്കെ. പിന്നെ ഡെന്നി ബ്രോ ഉണ്ട്, ഡെന്നി ബ്രോയ്ക്കും കൊടുക്കാം. നൂഡിൽസ് നെയ്യ് അതറിയാവുന്ന ഒരു പണിയാ. നൂഡിൽസ് നൂഡിൽസ് എളുപ്പമല്ലേ, അതുകൊണ്ട് പടപടപടാന്നുണ്ടാക്കാം. ഇതിൻ്റെ അകത്തെല്ലാം മസാലയുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുക്കാം. എരിവുള്ള നൂഡിൽസ് അല്ലേ. സോസ് ഉണ്ടായിരുന്നു, സോസ് കൊടുത്തിരിക്കുന്നു. മസാല വെച്ചിട്ടുണ്ട്. മസാല ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. മസാല എരിവുള്ള മസാല തിളച്ച് വരും. നൂഡിൽസിന്റെ വല്ല കഥ പറയാനുണ്ടോ? നൂഡിൽസിന് ഒരു കഥയില്ല. ചെറുപ്പകാലത്ത് വല്ല കഥ എല്ലാം ഉണ്ടോ? ചെറുപ്പകാലത്ത് നൂഡിൽസ് എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കാലത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നൂഡിൽസ്. നൂഡിൽസ് പണ്ടേ ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു മാഗി നൂഡിൽസ്? അന്ന് മാഗി ആയിരുന്നു കൂടുതലും. മാഗി
ഞങ്ങളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ മാഗിയുടെ ക്രിക്കറ്റ് കളിയുടെ ഇടയിലേക്ക് മാഗിയുടെ പരസ്യമൊക്കെ ടി വിയിൽ വരുമായിരുന്നു. അപ്പം മാഗി നമ്മൾ വലിയ സംഭവമായിട്ടായിരുന്നു. മാഗി മേടിച്ച് നമ്മൾ വീട്ടിലുണ്ടാക്കുമായിരുന്നു. ഇതൊക്കെ ചെറുപ്പകാലത്തെ കാര്യങ്ങൾ. ഇപ്പൊ കൊച്ചിനുണ്ടാക്കി കൊടുക്കുന്നല്ലേ? അത് കഴിഞ്ഞ് ഇപ്പോഴൊക്കെ അല്ലേ ഇതിന് എപ്പി അത് ഇതൊക്കെ അന്ന് മാഗി ആയിരുന്നു ഭയങ്കര ഫേമസ്. ഏത് നൂഡിൽസാ? അടുത്തവൻ 100 വെക്കുന്നില്ല, ഇട്ട് വെക്കും. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ കഴിച്ചിട്ട് വേണം ഞങ്ങൾ കുറച്ച് സമയം പോകാൻ. അങ്ങനെ നമ്മൾ കണ്ടോ, ഇത്ര ഉള്ളു പരിപാടി. നമുക്ക് ഇതിനകത്ത് ഉള്ളി ഇതൊന്നും ഇട്ട് ക്യാരറ്റൊന്നും ഇട്ടില്ല നമ്മൾ ആ സമയം. ക്യാരറ്റ് ഒന്നും വേണ്ട, മുട്ട വേണം പൊട്ടിച്ച്. എടാ